ഒരു വീഴ്ച പറ്റിക്കഴിയുമ്പോൾ നമ്മൾ സാധാരണയായി പറയുന്ന ഒരു ഡയലോഗുണ്ട്, എന്താ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ, ഞാൻ ആരോടും ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ എന്ന്. സത്യത്തിൽ ദ്രോഹം ചെയ്തിട്ടല്ല നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത്. അത് സംഭവിക്കാൻ സമയമായി കഴിയുമ്പോൾ സംഭവിക്കും. നമുക്കതൊന്നും തടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാനൊരു കഥ പറയാം. ഒരു ചെറിയ കുഞ്ഞ് അതാദ്യം മലന്ന് കിടക്കും, പിന്നെ അത് പതുക്കെ കമഴും, പിന്നെ അത് പതുക്കെ മുട്ടിൽ നിൽക്കാൻ തുടങ്ങും, അത് കഴിഞ്ഞ് മുട്ടേക്കുത്തി എഴുന്നേക്കാൻ തുടങ്ങും, മുട്ടിൽ നടക്കാൻ തുടങ്ങും, പിന്നീടാണത് എഴുന്നേറ്റ് നടക്കുന്നത്. ഈ അവസരങ്ങളിലൊക്കെ ആ കുട്ടി കമന്ന് വീഴുമ്പോഴൊക്കെ ആദ്യം മുഖമടച്ച് വീഴുകയും മുഞ്ഞും ചുണ്ടുമൊക്കെ മുറിയുമൊക്കെ ചെയ്യും, അതിൻ്റെ മുട്ട എറിഞ്ഞ് തൊലി പോവുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ അമ്മ ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്തില്ല. ഓട്ടം മോനെ എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും കമഴാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. അതിൻ്റെ അമ്മയ്ക്കും അതിനും അറിയാം, ഓരോ വീഴ്ചയും പുതിയ പുതിയ പാഠങ്ങളാണ്, പുതിയ പുതിയ അനുഭവങ്ങളാണ്, അത് പുതിയതിലേക്കുള്ള വഴിത്തിരിവാണെന്ന്. അങ്ങനെ വീണതുകൊണ്ട് മാത്രമാണ് അതിന് പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചത്. എൻ്റെ വീഴ്ചയും എനിക്ക് പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു, ഓരോ പാഠങ്ങളായിരുന്നു. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ വീഴ്ച കൊണ്ട് എനിക്കുണ്ടായ, ഞാൻ നേടിയെടുത്ത അറിവും പാഠങ്ങളും എൻ്റെ അനുഭവങ്ങളുമൊക്കെ ഞാൻ നിങ്ങളോട് ഓരോന്നായി എൻ്റെ വരുന്ന വീഡിയോസിലൂടെ ഞാൻ ഷെയർ ചെയ്യാം. അതുവരേക്കും നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.